ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 26ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. റോഡിലേക്കിറങ്ങിയ അനുപമ ആദ്യം കണ്ട ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. പക്ഷേ ആ ഓട്ടോ അവളെ കണ്ടിട്ടും നിർത്താതെ അവളെ കടന്നുപോയി. ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട് റൂമിലേക്ക് എത്താൻ. ഓട്ടോ ഇല്ലെങ്കിൽ നടന്നങ്ങ് പോവാമെന്ന് കരുതി അനുപമ റോഡിലൂടെ പതിയെ നടക്കാൻ തുടങ്ങി. കിരണിൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയതും ആ ഫോണും എടുത്ത് വരദ അവൻ്റെ അടുത്തേക്ക് വന്നു. സാറിന് കോളുണ്ട്, ക്രിസ്റ്റിയാണ് വിളിക്കുന്നത്. കിരൺ ആ ഫോൺ അവളോട് വാങ്ങി. പറയൂ ക്രിസ്റ്റി, എന്തുണ്ട് വിശേഷം? മറുതലയ്ക്കൽ ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. എന്താ കിരൺ, നീ ഒരുപാട് കാലം മുൻപ് കണ്ട ഒരാളെപ്പോലെ ചോദിക്കുന്നത്? ഞാൻ ഇന്നലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. കിരൺ അവനോടൊന്ന് ചിരിച്ചു. അതല്ല ക്രിസ്റ്റി, താനെന്തെങ്കിലും കാര്യമുള്ളപ്പോൾ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അതെ കിരൺ, ഞാനൊരാവശ്യമുണ്ടായിട്ട് തന്നെയാണ് നിന്നെ വിളിച്ചത്. ഞാൻ കൽക്കട്ടയ്ക്ക് തിരിച്ചു പോയിട്ടില്ല. അലീനയും മക്കളും രാവിലത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോയി. ഇവിടെ പാലക്കാട്ട് റംസാൻ മിശ്രയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇന്ന്. ഒരു 10-200 പേര് വന്നു പോകുന്ന ചെറിയൊരു പ്രോഗ്രാം. നീ തീർച്ചയായും നൈറ്റിൽ ഇവിടേക്ക് എത്തണം. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. റംസാൻ കുറച്ചു മുമ്പ് നിന്നെ വിളിച്ചിരുന്നു. നീ കോൾ എടുക്കാത്തതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞതാ നിന്നെ വിളിക്കാൻ. പിന്നെ നീ വരുമ്പോൾ നിൻ്റെ ആ ഫോട്ടോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുവരണം. അവൾക്കിവിടെ ചെറിയൊരു റോൾ ഉണ്ടാവുമല്ലോ. ക്രിസ്റ്റഫറിൻ്റെ അർത്ഥം വച്ചുള്ള സംസാരം കേട്ടതും കിരൺ നെറ്റി ചൊളിച്ചു. അവളെന്തിനാ വരുന്നത്? അവിടെ വേറെ ആരും ഇല്ലേ ഫോട്ടോ എടുക്കാൻ? അവൾ എൻ്റെ കമ്പനിക്ക് വേണ്ടി മാത്രം ഞാൻ വച്ച സ്റ്റാഫാണ്. കിരൺ ക്രിസ്റ്റി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ പ്രതികരിച്ചു. താനെന്താടോ ഒരുമാതിരി സ്വഭാവം കാണിക്കുന്നത്? ഇവിടെ വന്ന് 2 ഫോട്ടോ എടുത്തെന്ന് കരുതി അവൾക്കോ നിനക്കോ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ തിരികെ വരുമ്പോൾ അവൾക്ക് കൊടുക്കാൻ തൻ്റെ ഏൽപ്പിച്ച കാശ് അതവൾ വാങ്ങിയില്ലേ? എനിക്കറിയാടാ, അവൾ കാശിന് ആവശ്യമുള്ള ഒരാളാണ്. അവൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വാ. കിരൺ മറുത്തെന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ക്രിസ്റ്റഫർ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. രാത്രിയിൽ പാലക്കാട് വരെ എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് കിരൺ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നാൽ പുറത്തെങ്ങും അനുപമയെ അവൻ കാണുന്നുണ്ടായിരുന്നില്ല. ഷേ, ഇപ്പോൾ എൻ്റെ അരികിലേക്ക് വന്നതാണല്ലോ. വർക്ക് എന്തോ ഉണ്ടോയെന്ന് ചോദിച്ച്. എന്നിട്ടിത് എവിടേക്കാണ് പോയത്? അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. കിരണിനെ കണ്ടതും സെക്യൂരിറ്റിക്കാരൻ ഓടി അടുത്തെത്തി. എന്താ സാർ? അയാൾ അവനോടായി ചോദിച്ചു. അനുപമയെ താൻ കണ്ടോ? കുറച്ചു നേരത്തെ ഓഫീസിലേക്ക് കയറി വന്നിരുന്നു, ഇപ്പം കാണാനില്ല. സെക്യൂരിറ്റി എന്തോ ഓർത്ത് അല്പസമയം നിന്നു. സാർ, കുറച്ചു മുമ്പ് ഇറങ്ങി പുറത്തേക്ക് റോഡിലേക്ക് പോയതാ. ഓട്ടോ കിട്ടാത്തതുകൊണ്ട് റോഡിന് നടന്ന് എങ്ങോട്ടോ പോണത് കണ്ടു. ഓട്ടോയിൽ പോവാൻ ശ്രമിച്ച് ശേഷം നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതവളുടെ റൂമിലേക്കായിരിക്കുമെന്ന് കിരണിന് തോന്നി. കിരൺ കാറുമെടുത്ത് അവൾക്ക് പിന്നാലെ അവളുടെ റൂമിനെ ലക്ഷ്യമാക്കി ചെന്നു. അനുപമ ഹോസ്റ്റലിനടുത്തേക്ക് എത്താനായിരുന്നു. അവൾ ധൃതിയിൽ മുൻപോട്ട് നടന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഐസുകാരൻ അണ്ണൻ്റെ ഹോണടിയുടെ നീണ്ട ശബ്ദം അവൾക്കരികിലെത്തിയത്. ഹായ് ഐസ്. അവൾ അണ്ണനെ കൈ കാണിച്ച് നിർത്തി. അയാൾ അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി നിർത്തി. കുറേ നാളുക്ക് മുന്നാടിയാ ഉങ്ങളെ പാത്തേ, എങ്ക ഇരുന്നേ? അണ്ണൻ അവളോട് കുശലം ചോദിച്ചു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ തിരക്കുകളല്ലേ, അതുകൊണ്ടാണ് കാണാതിരുന്നത്. അയാൾ ആ സൈക്കിളിൻ്റെ അറ്റത്തുള്ള ഐസ് പെട്ടിയുടെ മൂടി തുറന്നു. ഏതമ്മ വേണം? പാലൈസ്, മാംഗോ, ഓറഞ്ച്? അണ്ണൻ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. ഹായ്, പാലൈസ് വേണം, പിന്നെ മാംഗോ, അതും എനിക്കിഷ്ടമാണ്. അനുപമ ധർമ്മസങ്കടത്തിലായി. ഏത് വാങ്ങും? വേഗം സൊല്ലമ്മ. അയാൾ അവളെ നോക്കി കാത്തിരുന്നു. എനിക്ക് 2ഉം വേണം. അവൾ ബാഗിൽ നിന്നും പൈസ എടുത്ത് അയാൾക്ക് നേരെ കൊടുത്തു. ഒരു പാലൈസും ഒരു മാംഗോ ഐസും അണ്ണൻ അവൾക്ക് നേരെ നീട്ടി. അവൾ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരിയോടെ 2 കൈകളിലേക്കും ആ 2 ഐസും വാങ്ങി മുന്നോട്ട് നടന്നു. അണ്ണൻ്റെ സൈക്കിൾ മുന്നോട്ട് നീങ്ങിയതും അവൾ നല്ല സ്വാദോടെ ഐസ് 2ഉം മാറി മാറി കഴിക്കാൻ തുടങ്ങി. ഇതേ സമയത്താണ് അവളെ അന്വേഷിച്ചിറങ്ങിയ കിരണിൻ്റെ കാർ അവൾക്ക് മുൻപിലേക്ക് എത്തിയത്. ഒരു കാർ വളരെ സ്പീഡിൽ അവൾക്ക് മുന്നിൽ വന്നു നിർത്തി. അവൾ റോഡിന് സൈഡിലേക്കായി അല്പം മാറി നിന്നു. ഡ്രൈവർ ഡോറിൻ്റെ ഗ്ലാസ് പതുക്കെ താഴ്ത്തിയതും കിരൺ അവളെ കണ്ട് മുഖമൊന്ന് വല്ലാതെ വളച്ചുകൊട്ടി. അയ്യേ, ഈ നടു റോഡിൽ നിന്ന് ഐസ് കഴിക്കേ?
അതും കൊച്ചു കുട്ടികളെപ്പോലെ 2 കൈയിലും ഐസ് പിടിച്ചോണ്ട്. അവൻ്റെ മുഖം ഒരു മാതിരി അവസ്ഥയിലായി. അനുപമ ഐസ് രണ്ടും കളയണോ അതോ ബാക്കി കൂടി കഴിക്കണോ എന്നറിയാതെ ആശങ്കയോടെ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി. ആകാശം. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.